പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം തിരുവചനം പറയുന്നു, വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും, അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. ജ്ഞാനം 6:11 കർത്താവ് അരുളിച്ചെയ്യുന്നു, എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ, അവയോട് തീവ്രാഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. യോഹന്നാൻ 10:35 യേശു പറയുന്നു, ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് വിളിച്ചു. യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. യോഹന്നാൻ 17:17 അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെയാണെന്ന് യോഹന്നാൻ 1:1 പറയുന്നുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ഇപ്പോൾ ദൈവവചനങ്ങൾക്ക് ദൈവതുല്യ ശക്തിയുണ്ട്. 1 പത്രോസ് 1:15 തിരുവചനം പറയുന്നു, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. 1 പത്രോസ് 1:23 നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്, സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന്. ഹെബ്രായർ 12:14 തിരുവചനം പറയുന്നു, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ, വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. വിശുദ്ധിക്ക് എതിരായ തിന്മകളും പാപങ്ങളും എല്ലാം നാം വിട്ടുപേക്ഷിക്കുമ്പോഴാണ് നമുക്ക് വിശുദ്ധി ലഭിക്കുന്നത്. വിശുദ്ധി ലഭിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? നാം വചനം പാലിക്കണം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 21-22 തിരുവചനങ്ങളിൽ ഇപ്രകാരമാണ് പറയുന്നത്, ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ ജീവൻ്റെ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ. നാം ദൈവത്തിൻ്റെ വചനം പാലിച്ച് ജീവിച്ചാൽ നമുക്ക് വിശുദ്ധി നേടാം. മത്തായി 22 വിവാഹ വിരുന്നിൻ്റെ ഉപമ നാം കാണുന്നുണ്ട്. സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി വിവാഹ വിരുന്നൊരുക്കിയ രാജാവിന് സദൃശ്യം. അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ രാജാവ് കണ്ടു. രാജാവ് അവനോട് ചോദിച്ചു, സ്നേഹിത, വിവാഹ വസ്ത്രം ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ചതെങ്ങനെ? അവൻ മൗനം അവലംബിച്ചു. രാജാവ് പരിചാരകരോട് പറഞ്ഞു, ഇവനെ പുറത്ത് അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക. ഉപമയിലെ വിവാഹ വസ്ത്രം വിശുദ്ധിയാണ്. വിശുദ്ധിയില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. ജീവിതത്തിൽ വിശുദ്ധിക്ക് പ്രാധാന്യം കൊണ്ടുവേണം നാം ജീവിക്കാൻ. സ്വർഗമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ലോക അരൂപിയെ നാം ഉപേക്ഷിക്കണം. അത് സാത്താൻ കൊണ്ടുവരുന്നതാണ്. ധനമോഹവും സ്വാർത്ഥതയും അഹങ്കാരവും അസൂയയും ജഡിക പാപങ്ങളും എല്ലാം നാം വെറുത്ത് ഉപേക്ഷിക്കണം. ഗലാത്തി 5:17 തിരുവചനം പറയുന്നുണ്ട്, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്, എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. വ്യഭിചാരം, അശുദ്ധി, ശത്രുത, കലഹം, അസൂയ, കോപം, വിദ്വേഷം, മദ്യപാനം, ഭിന്നത, വിഭാഗീയ ചിന്ത ഇവയ്ക്ക് സദൃശമായ മറ്റ് പ്രവർത്തികളുമാണ്. ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവൻ ഒരിക്കലും സ്വർഗരാജ്യം അവകാശപ്പെടുത്തുകയില്ല എന്ന് തിരുവചനം പറയുന്നു. അതിനാൽ ജാഗരൂകരായിരിക്കാം, തിന്മയിൽ നിന്ന് മാറി നിൽക്കാം, വിശുദ്ധി നേടാം. വിശുദ്ധി നേടിയാൽ സ്വർഗരാജ്യത്തിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.